ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അധികം ചേരുവകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 2 സബോളയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. സബോളയൊക്കെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സബോളയും ഉപ്പും നല്ലോണം തിരുമ്മിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന സബോള കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. ആ സബോളയിലെ നീരൊക്കെ ഇറങ്ങി സബോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുന്നത്. ഇനി വേണ്ടത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. അപ്പോൾ 3 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തത്. ഉരുളൻകിഴങ്ങ് നമുക്ക് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഉടച്ചു വച്ചേക്കണ ഉരുളൻകിഴങ്ങ് സബോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്തായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം ഇടിയപ്പം പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി അധികമൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി അരിപ്പൊടി. അല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായിപ്പോവും, നമ്മുടെ സ്നാക്സ് ഭയങ്കര ഹാർഡായിപ്പോവും. അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ, ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് ഉരുളകളാക്കി വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ ഉരുളകളാക്കിയാണ് ഇട്ടേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് വടയുടെ ഷേപ്പിലോ ഉഴുന്നുവടയുടെ ഷേപ്പിലോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്നാക്സ് നമുക്ക് കോരിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയിരുന്നു ഇത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.